എന്താണ് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത്? ചിത്രങ്ങളിൽ ചലനം കാണാൻ സാധിക്കുന്നില്ലേ? ചലനം സാധ്യമാകുന്നത് എന്താണ്? ബാഹ്യമായ ബലമല്ലേ ചലനം. അപ്പോൾ ബലം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ബലം എന്നാൽ വസ്തുക്കളുടെ ചലനം ആരംഭിക്കുക, നിർത്തുക, ചലനത്തിൻ്റെ ദിശയോ വേഗതയോ മാറ്റം വരുത്തുക, വസ്തുക്കളുടെ രൂപത്തിന് മാറ്റം വരുത്തുക എന്നിവയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസമാണ് ബലം. അടുത്തതായി ഒരു ചിത്രം നോക്കിയാലോ? ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? കുട്ടി നടന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? തറയിൽ നിന്നും കുട്ടിക്ക് ബലം ലഭിച്ചിരിക്കാമല്ലേ? കുട്ടിയെ നടക്കാൻ സഹായിച്ച ബലമാണ് കർഷണ ബലം. അപ്പോൾ എന്താണ് കർഷണ ബലം? പരസ്പരം സ്പർശിച്ചു നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് കർഷണമെന്ന് അറിയപ്പെടുന്നത്. വസ്തുക്കൾക്കിടയിലുള്ള സ്പർശന തലങ്ങൾക്കിടയിൽ സമാന്തരമായാണ് കർഷണം അനുഭവപ്പെടുന്നത്. എന്നാൽ അടുത്തതായി ഒരു ചിത്രം നോക്കിയാലോ? ഈ ചിത്രത്തിൽ എന്താണ് നിങ്ങൾ കാണുന്നത്? രണ്ട് ചിത്രങ്ങളും നിരീക്ഷിച്ച് വ്യത്യാസം കണ്ടെത്തുക. രണ്ട് ചിത്രങ്ങളും നിങ്ങൾ നിരീക്ഷിച്ചോ? എന്താണ് കാണാൻ കഴിയുന്നത്? രണ്ടാമത്തെ ചിത്രത്തിൽ എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? ആദ്യത്തേതിൽ കുട്ടികൾ തടി തള്ളുന്നതാണ് കാണിച്ചിരിക്കുന്നത്. രണ്ടാമത്തേതിൽ തടി വലിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടോ? അടുത്തതായി അടുത്ത ചിത്രങ്ങൾ നിരീക്ഷിക്കൂ. ആദ്യത്തെ ചിത്രത്തിൽ ബോൾ ഉരുളുന്നതായി കാണാൻ സാധിക്കുന്നില്ലേ? രണ്ടാമത്തെ ചിത്രത്തിൽ കൈകൾ രണ്ടും കൂട്ടി ഉരുമുന്നതായും കാണാം. അവ എന്തൊക്കെയാണ് നമ്മൾക്ക് നോക്കിയാലോ? ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണമാണ് ഉരുളൽ കർഷണം. ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ നിരങ്ങി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന കർഷണമാണ് നിരങ്ങൽ കർഷണം. അടുത്തതായി രണ്ട് ചിത്രങ്ങൾ നിങ്ങൾ നോക്കിയാൽ എന്താണ് കാണാൻ കഴിയുന്നത്? ഇവയിൽ ഉരുളൽ കർഷണം, നിരങ്ങൽ കർഷണം എന്നിവ ഏത്? ഫുട്ബോൾ കളിക്കുന്നത് ഉരുളൽ കർഷണം, ബുക്ക് നീങ്ങുന്നതോ നിരങ്ങൽ കർഷണം. ഇനി കർഷണം ദോഷകരമാവുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കിയാലോ? കർഷണം യന്ത്രങ്ങളുടെ തേയ്മാനത്തിന് കാരണമാകുന്നു. അതുമൂലം ഊർജ്ജനഷ്ടം ഉണ്ടാകുന്നു. വാഹനങ്ങളുടെയും മറ്റും ഊർജ്ജ നഷ്ടത്തിന് വായുവുമായുള്ള കർഷണവും കാരണമാകുന്നു. ഇനി എങ്ങനെയെല്ലാം കർഷണം കുറയ്ക്കാമെന്ന് നമുക്ക് നോക്കിയാലോ? മിനുസപ്പെടുത്തൽ കർഷണം ഉണ്ടാക്കുന്ന പരിപരുത്ത ഉപരിതലത്തിലായതുകൊണ്ട് സമ്പർക്ക ഉപരിതലങ്ങൾ മിനുസപ്പെടുത്തി കർഷണം കുറയ്ക്കാം. എണ്ണ, ഗ്രീസ് മുതലായ സ്നേഹങ്ങൾ മിനുസപ്പെടുത്തലിന് ഉപയോഗിക്കാം. യന്ത്രങ്ങളുടെ ബെയറിങ്ങുകളുടെ ഉപയോഗം വഴി കർഷണം കുറയ്ക്കാം. ധാരാരഹിതമാക്കിയും കർഷണം കുറയ്ക്കാൻ സാധിക്കും. അടുത്തതായി കർഷണം മൂലം നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ? അതെ, നമ്മെ നടക്കാൻ സഹായിക്കുന്നത് തറയും കാലും തമ്മിലുള്ള കർഷണ ബലമാണ്. വാഹനങ്ങളും മറ്റും ബ്രേക്ക് ഉപയോഗിച്ച് നിർത്തണമെങ്കിൽ കർഷണം കൂടിയേ തീരൂ. ഭിത്തിയിലും മറ്റും ആണി പോലുള്ള വസ്തുക്കൾ ഉറപ്പിച്ച് നിർത്താൻ സഹായിക്കുന്നതും കർഷണം മൂലമാണ്. ഉരസലിലൂടെ തീയുണ്ടാകാൻ സാധിക്കുന്നത് കർഷണമുള്ളത് കൊണ്ടാണ്. ഉൽക്കകളിൽ നിന്നും മറ്റ് ഭൂമിയെ ഒരു പരിധിവരെ സംരക്ഷിക്കാനും കർഷണം സഹായിക്കുന്നു. അന്തരീക്ഷവുമായുള്ള കർഷണത്തിൽ ഉൽക്കകൾ കത്തിപ്പോകുന്നതിനാൽ അവ ഭൂപരിതലത്തിൽ എത്തുന്നില്ല. അടുത്തതായി എന്താണ് നമ്മൾ പഠിച്ചതെന്ന് ക്രോഡീകരിച്ചാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? പരസ്പരം സ്പർശിച്ച് നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ പ്രതിരോധിക്കുന്ന ബലമാണ് കർഷണം. രണ്ട് വസ്തുക്കൾ പരസ്പരം ഉരുണ്ട് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന കർഷണമാണ് എന്താണ്? ഉരുളൽ കർഷണം. രണ്ട് വസ്തുക്കൾ പരസ്പരം നിരങ്ങി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന കർഷണ ബലമാണ് നിരങ്ങൽ കർഷണം. വസ്തുക്കൾക്കിടയിലുള്ള സ്പർശനതലങ്ങൾക്കിടയിൽ സമാന്തരമായി കർഷണം അനുഭവപ്പെടുകയും ചെയ്യുന്നു. വിലയിരുത്തൽ ചോദ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് കർഷണബലം? കർഷണത്തിന് ഉദാഹരണങ്ങൾ നിങ്ങൾക്കറിയാമോ? ഉരുളൽ കർഷണം, നിരങ്ങൽ കർഷണം എന്നിവ എന്താണ്? അതെ, എല്ലാവർക്കും കർഷണം എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്നാൽ കർഷണം എന്ന ആശയം നിത്യജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുന്ന അവസരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരിക. കർഷണം മൂലം ഉണ്ടാകുന്ന ദോഷവശങ്ങൾ കണ്ടെത്തി സയൻസ് ഡയറിയിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് വരുമല്ലോ.